ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷഹനാസ് ഹെൽത്തി വേൾഡ്. അപ്പൊ നമുക്കൊന്നൊരു 15 ഡേയ്സ് ചലഞ്ച് ചെയ്താലോ? നമുക്കൊരു 15 ദിവസത്തിനുള്ളിൽ നല്ലൊരു വെയിറ്റ് ലോസ് റിസൾട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. പെട്ടെന്നൊരു വെയിറ്റ് ലോസ് നല്ലതല്ല, എന്നാലും നിങ്ങൾക്കും ഉണ്ടാവില്ല ഒരു ആഗ്രഹം എല്ലാരും പോലെ പെട്ടെന്നൊന്ന് വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളത്. അപ്പൊ നമുക്ക് ചെറിയ ചെറിയ ഡയറ്റ് പ്ലാൻ ചെയ്തിട്ട് നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഏർലി മോർണിംഗ് എഴുന്നേൽക്കുക. മാക്സിമം ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് നിങ്ങൾ എഴുന്നേൽക്കുക. എംപ്റ്റി സ്റ്റൊമക്കില് ഒരു 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. അതിനുശേഷം നിങ്ങൾ ഒരു പിടി ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുക. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് റൈസിൻസ് ആവാം, ആൽമണ്ട്, ബദാം, പിന്നെ മത്തൻകുരു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് നിങ്ങൾ ഒരു പിടി കഴിക്കുക. അതിനുശേഷം നിങ്ങൾ ഒരു 30 മിനിറ്റ് വർക്കൗട്ട് ചെയ്യുക. എന്തെങ്കിലും ഫിസിക്കൽ എക്സസൈസ് ചെയ്യാം. ആ സമയത്തൊക്കെ നിങ്ങൾ ഏകദേശം 1.5 ലിറ്റർ വെള്ളത്തോളം നിങ്ങൾ കുടിച്ച് തീർത്തിട്ടുണ്ടാവണം. എന്നിട്ട് നിങ്ങൾ ഒരു 8:30-9 മണിന്റെ ഉള്ളിൽ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുക. നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എഗ്ഗ് ഓംലെറ്റ് ആക്കി കഴിക്കുക എന്നുള്ളതാ. നിങ്ങൾ ഈ ഓംലെറ്റ് എടുക്കുന്ന എഗ്ഗില് മാക്സിമം ക്യാരറ്റോ ബീൻസോ അങ്ങനെ എന്തെങ്കിലും വെജിറ്റബിൾസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതേപോലെ നിങ്ങൾ എഗ്ഗ് ഓംലെറ്റ് ചെയ്യുന്നത് അൺസാൾട്ടഡ് ബട്ടറിലായിരിക്കണം, അല്ലെങ്കിൽ ഒലീവ് ഓയിൽ. ഇതിൽ നിങ്ങൾ ഈ എഗ്ഗില് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ ഓട്സും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഒരു തക്കാളി, അതേപോലെ ഒരു കുക്കുംബർ ആഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് മിഡ് മീൽ ആയിട്ട്, അതായത് ലഞ്ച് കഴിക്കാൻ പോകുന്നതിന്റെ തൊട്ട് മുൻപ് ഒരു 11:30 ഒക്കെ ആവുമ്പോൾ നിങ്ങൾ ഒരു ബൗളില് ഗ്രീക്ക് യോഗട്ട് എടുക്കുക. ഗ്രീക്ക് യോഗട്ടിൽ നിങ്ങൾ അനാറ്, ആപ്പിള്, നിങ്ങൾക്ക് എന്ത് ഫ്രൂട്ടാണോ വേറെ ഇഷ്ടം അത് ആഡ് ചെയ്യുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റും ആഡ് ചെയ്യാം. ഇത് നിങ്ങൾ ഒരു ബൗൾ കഴിക്കുക. അതിനുശേഷം നിങ്ങളുടെ ലഞ്ച് ടൈം എന്ന് പറയുന്നത് മാക്സിമം ഒരു 1 to 2 ഇടയ്ക്കുള്ളതായിരിക്കണം. അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ ലഞ്ച് ടൈം പോകാൻ പാടില്ല. ആ ലഞ്ചിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ചിക്കനാണ്. ചിക്കന്റെ ബ്രസ്റ്റ് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. പിന്നെ നിങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നതിന്റെ മുൻപേയും ഡിന്നർ കഴിക്കുന്നതിന്റെ മുൻപേയും 1 ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനെഗർ 1 ഗ്ലാസ് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് അത് കുടിക്കുക. ഇത് കുടിച്ചതിന്റെ ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ലഞ്ച് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും കഴിക്കാൻ പാടുള്ളൂ. അപ്പൊ ലഞ്ചിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്? നിങ്ങൾ ചിക്കന്റെ ബ്രസ്റ്റ് ആഡ് ചെയ്യുക, ഒരു 1.5 കഷ്ണം വീറ്റ് ചപ്പാത്തി ആഡ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ മാക്സിമം നിങ്ങൾ വെജിറ്റബിൾസ് ഉപ്പേരിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. മഷ്റൂം ആഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്കൊരു 4:30 ആണ്. 4:30 എന്ന് പറയുന്നത് വീണ്ടും നിങ്ങളുടെ സ്നാക്സ് ടൈം ആണ്. അപ്പൊ നിങ്ങൾ 1 ഗ്ലാസ് ഗ്രീൻ ടീ എടുക്കുക. 1 ഗ്ലാസ് ഗ്രീൻ ടീ, 2 റോബസ്റ്റീ, 2 ബദാം. ഇത് നിങ്ങളുടെ സ്നാക്സ് ആണ്. ഇത് കഴിച്ചതിന് ശേഷം നിങ്ങൾ മാക്സിമം ഒരു 6 to 7 ഇടയിൽ നിങ്ങൾ നിങ്ങളുടെ ഡിന്നറും കഴിച്ചു തീർത്തിട്ടുണ്ടാവണം. ഡിന്നറിന്റെ തൊട്ട് മുൻപ് നിങ്ങൾ 1 ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനെഗർ എടുക്കുക. 1 ഗ്ലാസ് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്യുക, അത് കുടിക്കുക. അതിനുശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡിന്നർ എടുക്കാവൂ. ഡിന്നറിലേക്ക് നിങ്ങൾ വീണ്ടും എഗ്ഗ് ആഡ് ചെയ്യുക. എഗ്ഗ് ഇതേപോലെ തന്നെ നിങ്ങൾ ഓംലെറ്റ് ആയിട്ട് കഴിക്കുക. അൺസാൾട്ടഡ് ബട്ടർ ആഡ് ചെയ്യുക, ഇല്ലെങ്കിൽ ഒലിവ് ഓയിൽ ആഡ് ചെയ്യുക. ഈ എഗ്ഗിലേക്ക് നിങ്ങൾ മാക്സിമം വെജിറ്റബിൾസ് എടുക്കുക. അതായത് നമ്മൾ ഉച്ചയ്ക്കൊക്കെ ഉണ്ടായിരുന്ന വെജിറ്റബിൾസ് ഉണ്ടാവുമല്ലോ, ഉപ്പേരിയൊക്കെ ഉണ്ടാവുമല്ലോ. ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാവും, ബീൻസ് ഉണ്ടാവും, ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് മാക്സിമം ഈ ഓംലെറ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം വെജിറ്റബിൾസ് നിങ്ങൾ ഈ ഓംലെറ്റിൽ ആഡ് ചെയ്യുക. പറ്റുകയാണെങ്കിൽ നിങ്ങൾ മഷ്റൂം ആഡ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഡിന്നർ ഹെവി ആക്കി വെക്കുക ഈ ഒരു എഗ് ഓംലെറ്റും കൊണ്ട് തന്നെ. അതിനുശേഷം നിങ്ങൾ കിടക്കാൻ പോകുന്നതിന്റെ തൊട്ട് മുൻപ് വീണ്ടും 1 ഗ്ലാസ് ഗ്രീൻ ടീ കുടിക്കുക. എന്നിട്ട് നിങ്ങൾ ഏകദേശം നിങ്ങളുടെ ഫുഡ് കഴിഞ്ഞ് ഡിന്നർ കഴിഞ്ഞ് ഒരു 2-2.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവുക. ഡിന്നർ കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് നിങ്ങൾ വാക്ക് ചെയ്യുക. വേറെ ഹെവി വർക്കൗട്ട് കാര്യങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങൾ ഒരു 10 മിനിറ്റ് വാക്ക് ചെയ്ത് നിങ്ങളുടെ ഫുഡൊക്കെ ഒന്ന് ഡൈജഷൻ ആയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ നേരത്തെ കിടന്നുറങ്ങുക. ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ 15 ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങളുടെ വെയിറ്റ് ലോസ് നല്ല റിസൾട്ട് തന്നെ ആയിട്ടുണ്ടാവും. അതായത് നിങ്ങൾക്ക് ഏകദേശം 10 കിലോ വരെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ കൂടെ നിങ്ങൾ ഡെയിലി, അതായത് നിങ്ങൾ ഈ ഫുഡൊക്കെ ഫോളോ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഡെയിലി നിങ്ങൾ ഏകദേശം 3.5 ലിറ്റർ വാട്ടർ മസ്റ്റ് ആയിട്ട് കുടിച്ചിരിക്കണം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കുക്കുംബർ, ലെമൺ,
പുതിനയില ഇതൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള വാട്ടർ നിങ്ങൾക്ക് ഡെയിലി കുടിക്കാം. പക്ഷെ ഇത് നിങ്ങൾ ചെയ്യുന്നത് തലേ ദിവസം നിങ്ങൾ ഒരു 3.5 ലിറ്റർ വാട്ടർ എടുക്കുക, അതിലേക്ക് കുക്കുംബർ സ്ലൈസ് ആയിട്ട് അരിഞ്ഞിടുക, അതേപോലെ ലെമൺ സ്ലൈസ് ആയിട്ട് അരിഞ്ഞിടുക, പിന്നെ പുതിനയില ഇതൊക്കെ ഇട്ടിട്ട് നിങ്ങൾ തലേ ദിവസം രാത്രി ഇത് അടച്ചു വെക്കണം. എന്നിട്ട് വേണം നിങ്ങൾ പിറ്റേ ദിവസം ഡെയിലി ഒരു 3.5 ലിറ്റർ വാട്ടർ ആയിട്ട് നിങ്ങൾ ഇത് യൂസ് ചെയ്യാൻ. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ സോക്ക് ചെയ്തിട്ടുള്ള ചിയാ സീഡ് ഇട്ട് വെച്ചിരിക്കുന്ന വാട്ടർ ഈ ഒരു ഡെയിലി ഫുള്ള് നിങ്ങൾ യൂസ് ചെയ്യാം. ഇനി അതും ഇല്ലെങ്കിൽ നിങ്ങൾ 3.5 ലിറ്റർ വെള്ളം ജീരക വെള്ളമായിട്ട് കുടിക്കുക. നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് നോക്കൂ. മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു 10 കിലോ വരെ കുറഞ്ഞു കിട്ടും. മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക, നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഞാൻ വീണ്ടും വരും. ബൈ.